മേഘ, കോൺഗ്രസിലിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആരാകണമെന്നുള്ള ഒരു ചെറിയ തർക്കം നിൽക്കുന്നുണ്ട്. അതിനെതിരെ അണികൾ തെരുവിലിറങ്ങിയിട്ടുമുണ്ട്. ഇപ്പോൾ MP ഗോവിന്ദൻ ഇതൊക്കെ ഞങ്ങൾ മുൻപേ പ്രതീക്ഷിച്ചതാണെന്നും അവിടെ മുഖ്യമന്ത്രിക്ക് വേണ്ട അടി ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടതാണെന്നാണ് MP ഗോവിന്ദൻ പറയുന്നത്. അതേസമയം തന്നെ MP സന്തോഷ് കുമാർ പ്രതിപക്ഷത്തേക്ക് ഒരു പുതിയ മുഖം വേണമെന്നുള്ള ഒരു അവകാശം ഉന്നയിച്ചിരുന്നു. എന്നാൽ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയുള്ള ബിനോയ് വിശ്വം അതിനെ പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു നിലപാട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രതിപക്ഷ നേതാവാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും അതിന് ഒരു മുഖം മാത്രമേ ഉള്ളൂ. കോൺഗ്രസ്സിന് അങ്ങനെയല്ല, അവർ ശക്തമായൊരു തീരുമാനമെടുത്തേ വരികയുള്ളൂ. MP ഗോവിന്ദനെ പോലൊരു വ്യക്തിക്ക് കോൺഗ്രസ്സിനെ പരിഹസിക്കുവാനായിട്ട് എന്ത് യോഗ്യതയാണുള്ളതെന്ന് ആണ് വളരെ ബേസിക് ആയിട്ട് കോൺഗ്രസ്സുകാർ തിരിച്ച് ഇപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഞങ്ങൾ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യം അത് കോൺഗ്രസിൻ്റെ ഉൾപാർട്ടി കാര്യങ്ങളാണ്, അത് ഞങ്ങൾ തീരുമാനിക്കാം. പക്ഷേ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ആരാണെന്നുള്ള ചോദ്യം. ശരിക്കും ആരാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവാകാൻ പോകുന്നത് അതും നമുക്കറിയില്ല. ഇന്ന് വൈകുന്നേരം നടക്കാൻ പോകുന്ന PB യോഗത്തിലാണ് ഈ പറഞ്ഞ കാര്യത്തിലുള്ള തീരുമാനമെടുക്കാൻ പോകുന്നത്. അപ്പോൾ സ്വന്തം കാര്യം തീരുമാനമെടുക്കാൻ കഴിയാത്തൊരു പാർട്ടി, അതുപോലെ 99 സീറ്റോടുകൂടി സർക്കാർ രൂപീകരിച്ച് 10 വർഷം ഭരിച്ച പാർട്ടി 35 സീറ്റിലേക്ക് പോയ ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് വീണ്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടി ഇങ്ങനെ വിമർശിക്കാൻ കഴിയുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ആദ്യം ഇവർ വിലയിരുത്തേണ്ട പല കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് പരാജയം സംഭവിച്ചു എന്നുള്ള കാര്യം ഉൾപ്പെടെ പാർട്ടി പരിശോധിച്ച് അതിനൊരു ഉത്തരം കണ്ടെത്തിയതിനു ശേഷം ഈ പറഞ്ഞ കോൺഗ്രസ് എന്തുകൊണ്ട് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നില്ല എന്നുള്ള ചോദ്യം ഉന്നയിച്ചോട്ടെ. അതിൽ ഒരു അർത്ഥമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. മുഖ്യമന്ത്രി ആരാണെന്നുള്ള ചോദ്യം കേരളത്തിൽ എല്ലാവർക്കും ഉള്ളതൊക്കെ തന്നെയാണ്. അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു സംശയമായിരിക്കാം. പക്ഷേ പാർട്ടി അത് ചോദിക്കുമ്പോൾ അവർക്കത് ചോദിക്കാനുള്ള എന്ത് യോഗ്യതയാണുള്ളത് എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇടതുപക്ഷം ഇത്ര വലിയ പരാജയത്തിലേക്ക് കൂപ്പുകുത്തിയത് എന്നുള്ള ചോദ്യമാണ്. എന്തുകൊണ്ടായിരിക്കാം? തീർച്ചയായിട്ടും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലം ആദ്യത്തെ 5 വർഷം എങ്ങനെയൊക്കെയോ തട്ടിമുട്ടിപ്പോയി. ആ സമയത്താണ് ഇവിടെ ഈ നിപ്പ വൈറസ് വ്യാപിക്കുന്നു, അതുപോലെ തന്നെ കൊറോണ വന്നവരൊക്കെ. അന്നൊക്കെ ഒരു കിറ്റിലൂടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു നിന്നിട്ടുള്ളത്. ഓക്കെ ആയിരുന്നു. എങ്കിലും അവിടെയും ഇവിടെയും എല്ലാം ചെറിയ രീതിയിലുള്ള പൊട്ടിത്തെറികളൊക്കെ അന്നത്തെ ഭരണത്തിലുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് നേട്ടങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഒരു 5 വർഷം കൂടി ജനങ്ങൾ കൊടുക്കുകയാണ്. ആ ഒരു 5 വർഷം കയ്യിലേക്ക് കിട്ടുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഒരു മാടമ്പിയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ കണ്ട. ഒരു ധാർഷ്ട്യം, വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളെ എല്ലാവരെയും പുച്ഛിക്കുന്ന ഒരു ഭാവം നമുക്കറിയാം. അദ്ദേഹം മാധ്യമങ്ങളെ എങ്ങനെയാണ് നേരിട്ടതെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. പോലീസിൻ്റെ ഗുണ്ടവിളയാട്ടങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. നവകേരള യാത്ര എന്ന് പറഞ്ഞ് ഒരു കക്കൂസ് ഫിറ്റ് ചെയ്ത ബസ്സിൽ കേരളത്തിൻ്റെ 14 ജില്ലകളിലും അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടതാണ്. പൊതുജനം ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അവർ കഴുതകളല്ല. പണ്ട് പറയുമായിരുന്നു പൊതുജനം കഴുതകളാണെന്ന് പറയുന്നത്. ഇന്ന് പൊതുജനം ശരിക്കും കഴുതകളൊന്നുമല്ല. കാലം ഒരുപാട് വലുതായി. ഈ പറഞ്ഞ ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധ വികാരം, ഇടതുപക്ഷത്തെ മന്ത്രിമാരോടും മുഖ്യമന്ത്രിയോടും ഒക്കെ ഉള്ള വികാരം മാത്രമാണ് UDF-നെ ജയിപ്പിച്ചത് എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. ഒരിക്കലുമില്ല. അതൊരു ഫാക്ടറാണ്, അതൊരു വലിയ ഫാക്ടറാണ്. 102 സീറ്റിലേക്ക് UDF-നെ എത്തിച്ചതിൽ അതൊരു വലിയ ഫാക്ടറാണ്. അതൊരു ഫാക്ടർ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ തന്നെ മുൻപ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ KC വേണുഗോപാൽ എന്ന് പറയുന്ന നയതന്ത്രജ്ഞൻ്റെ ബുദ്ധി, ആരെയൊക്കെ ഏതൊക്കെ കളങ്ങളിൽ നിർത്തണം, എവിടെയൊക്കെ വിജയ സാധ്യതയുണ്ട്, അവിടെ ആരൊക്കെ നിൽക്കണം, എങ്ങനെയൊക്കെ നിൽക്കണം, അത് ഏറ്റവും താഴെ നിന്നും നമുക്കറിയാം. ഈ പറയുന്ന AD തോമസിനെ നിർത്തിയത് മുതൽ ഇങ്ങോട്ടേക്ക് അദ്ദേഹം എടുത്തിട്ടുള്ള കുറെ അതിപ്പോ നമ്മള് ഒരു നേതാവിലേക്ക് അതിന്റെ ക്രെഡിറ്റ് കൊടുക്കുന്നതിനേക്കാൾ ടീം UDF എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ്. ബേസിക്കലി ഇതിൽ പറഞ്ഞു വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നമ്മൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഈ വോട്ടെടുപ്പിന് മുൻപ് എല്ലാവരും പലരും ഈ പറഞ്ഞ കോൺഗ്രസ് നേതാക്കളും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളും കൃത്യമായി അവരുടെ ഭൂരിപക്ഷം പ്രവചിച്ച സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ ആദ്യം 3 റൗണ്ട് പിണറായി വിജയൻ പിന്നിലായിരിക്കുമെന്ന് പ്രവചിച്ചവരുണ്ട്. ഇതെല്ലാം വെറും പ്രവചനങ്ങളായിരുന്നില്ല. ആയിരുന്നുവെങ്കിൽ മറ്റ് മണ്ഡലങ്ങളിലും ഇത് തന്നെ ആവർത്തിക്കുമായിരുന്നു. ഇപ്പോൾ അത് ഇപ്പോൾ ചാമക്കാലയുടെ ഭൂരിപക്ഷം പ്രവചിച്ചിരുന്നു. അതുപോലെ തന്നെ മറ്റ് പല സ്ഥാനാർത്ഥികളുടെയും ഭൂരിപക്ഷം അടക്കം പ്രവചിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് നടന്നിട്ടുണ്ട്. അത് ഗ്രാസ് റൂട്ട് ലെവലിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ സജ്ജരായ പ്രവർത്തകരുണ്ടെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞത്.
പറഞ്ഞത്. എത്ര വോട്ട് കിട്ടും, എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് കൃത്യമായി അറിയാൻ സാധിക്കും. പല മണ്ഡലങ്ങളിലും 6 റൗണ്ടിലധികം പ്രവർത്തകർ വീട്ടിൽ കയറിയുള്ള പ്രചാരണം നടത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് UDFന്റെ വിജയം. പക്ഷേ എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന് ഇത് സാധിച്ചില്ല? MV ഗോവിന്ദന് ഉത്തരം പറയേണ്ടത് ഇതിനാണ്. ഇപ്പോ തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറഞ്ഞ അധികാരത്തിൽ വരുന്ന പാർട്ടി, സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറയുന്ന പാർട്ടി എന്തുകൊണ്ട് വീട് കയറി പ്രചാരണം നടത്തി ഇവർ നമുക്കൊപ്പം അല്ല എന്ന് തിരിച്ചറിയാൻ അവർക്ക് സാധിക്കുന്നില്ല? തോൽവിയാണെങ്കിൽ പോലും ഞങ്ങളുടെ തോൽവിയുടെ വ്യാപ്തി ഇത്രയായിരിക്കുമെന്ന് അവർക്ക് പ്രവചിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രവർത്തനം മോശമായിരുന്നു, അവരുടെ പ്രചാരണവും മോശമായിരുന്നു. ഇന്നലെ പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ യോഗം നടന്നിരുന്നു. ആ ഒരു യോഗത്തിൽ MV ഗോവിന്ദനെയും പിണറായിയെയും ആദ്യമായി, അതായത് ഇത്രയും കാലത്തിനിടയ്ക്ക് ആദ്യമായി പിണറായി എന്ന് പറയുന്ന വ്യക്തിയെ കുറ്റപ്പെടുത്തി പാർട്ടി ഘടകങ്ങളെല്ലാം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെ കണ്ടിട്ടുള്ളത്. കാരണം പിണറായിയുടെ ഭാഗത്തു നിന്ന് വന്ന പിഴവുണ്ട്, അതിൽ പിണറായിയെ മാത്രം കുറ്റം പറയാനും പറ്റില്ല. MV ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്ത് വലിയ രീതിയിലുള്ള പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, ഈ ഇലക്ഷന് ശേഷം ഏറ്റവും കൂടുതൽ നമ്മൾ ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് കോടിയേരി സഖാവിൻ്റെ, കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പാർട്ടിക്ക് ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു എന്ന് ഓരോ നേതാക്കളും പറയുന്നുണ്ട്. നമുക്കറിയാം TK ഗോവിന്ദൻ തിരഞ്ഞെടുപ്പിന് ശേഷം നേരെ പോയത്, അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂട്ടി നേരെ പോയത് ഈ പറയുന്ന കോടിയേരി സഖാവിൻ്റെ വീട്ടിലേക്കാണ്. കോടിയേരി സഖാവിൻ്റെ ഭാര്യ ഒരു വാക്ക് പറഞ്ഞിരുന്നു, എൻ്റെ വീട്ടിലേക്ക് വന്ന് കയറുന്നവരോട് വരാൻ പാടില്ല എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല എന്ന് പറയുന്നൊരവസ്ഥ നമുക്കറിയാം. ഇവിടെ സുധാകരൻ ആണെങ്കിലും അതുപോലെ തന്നെ കുഞ്ഞികൃഷ്ണൻ ചേട്ടനാണെങ്കിലും അതുപോലെ തന്നെ ഈ പറയുന്ന TK ഗോവിന്ദനാണെങ്കിലും എല്ലാവരും പോകുന്നൊരു സമയത്ത് ഈ പറയുന്ന MV ഗോവിന്ദൻ എന്ന് പറയുന്ന വ്യക്തി ഒന്ന് മനസ്സിരുത്തി ശ്രമിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അവരൊന്നും തന്നെ പോവില്ല. അപ്പം ഈ നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുള്ള പോലെ അദ്ദേഹത്തിൻ്റെ ഒരു ചിരിയുണ്ട്, എല്ലാവരെയും എന്താ പറയുക അങ്ങ് നിസ്സാരവൽക്കരിക്കുന്ന ഒരു ചിരി, അല്ലെങ്കിൽ ഞാനാണ് ഏറ്റവും വലുത്, എനിക്ക് താഴെയാണ് എല്ലാവരും, പാർട്ടി പോലും എനിക്ക് താഴെയാണ് എന്നുള്ളൊരു രീതിയിലുള്ള MV ഗോവിന്ദൻ്റെ ഒരു ധാർഷ്ട്യം ഉണ്ടായിരുന്നു. ആ ഒരു ധാർഷ്ട്യം നമ്മൾ സുധാകരൻ വിഷയത്തിൽ കണ്ടതാണ്. മാധ്യമങ്ങൾ ചോദിക്കുകയാണ്, അമ്പലപ്പുഴയിൽ സുധാകരൻ സാറ് പുറത്തേക്കാണല്ലോ എന്ന് പറയും. ആരാണ് സുധാകരൻ? സുധാകരൻ ആരാണ് എന്താണെന്നുള്ളത് ഇപ്പോൾ പാർട്ടിക്ക് കൃത്യമായി ആലപ്പുഴയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. പാർട്ടിയുടെ കോട്ടയാണ് തകർന്ന് തരിപ്പണമായിട്ടുള്ളത്. അതുപോലെ തന്നെ സ്വന്തം ഭാര്യയെ നിർത്തുവാനായിട്ട് ഈ പറയുന്ന ടീച്ചറെ, ശാലി ടീച്ചറെ ഒരു ബലിയാടാക്കി ഇട്ട് കൊടുത്ത അവസ്ഥ ടീച്ചർ തന്നെ പറഞ്ഞിട്ടുണ്ട്. തോൽക്കുമെന്ന് ഉറപ്പിച്ചിട്ടും എന്നെ കൊണ്ട് അവിടെ കൊണ്ട് നിർത്തിയതാണ്. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ള കുറേ തീരുമാനങ്ങൾ തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും വേണ്ടിയിട്ട് പാർട്ടിയിലെ അണികളെയും പാർട്ടിയെയും എല്ലാം തന്നെ ഒറ്റ കൊടുക്കുന്ന ഒരു സമീപനമാണ് ഈ തിരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ടീം UDFൻ്റെ കൂട്ടായ്മ എന്ന് പറയുന്നത് ഏതൊക്കെ മണ്ഡലങ്ങളിൽ ഏതൊക്കെ സ്ഥാനാർത്ഥികൾ നിൽക്കണമെന്നുള്ളത് കൃത്യമായി തീരുമാനിച്ച് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് വിത്തിൻ എ വീക്ക് കൃത്യമായിട്ടുള്ള സ്ഥാനാർത്ഥി നിർണ്ണയം അവർ നടത്തിയിരുന്നു. ആ സമയത്തും ഈ എന്താ പറയുക, തെരുവിൽ മറ്റേ മത്സ്യക്കച്ചവടം നടത്തുന്ന പോലെ സ്ഥാനാർത്ഥി ഉണ്ടോ എന്ന് ചോദിച്ച് തപ്പി നടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന അവരുടെ ഭാഷയിൽ തന്നെ പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി, ആ ഒരു പാർട്ടിക്ക് സ്ഥാനാർത്ഥികളെ തപ്പി നടക്കേണ്ടി വരുന്ന ഒരവസ്ഥ, ഇതൊക്കെ ഈ അവസ്ഥയിലേക്ക് പാർട്ടി എത്തിച്ചത് 10 വർഷത്തെ ഭരണം തന്നെയാണ്. തീർച്ചയായും ഇപ്പോൾ 5 വർഷം, നമുക്ക് കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുന്നത് 5 വർഷം കഴിഞ്ഞ ഭരണമാറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യമായിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നത്. പക്ഷെ അതിൽ നിന്ന് മാറി ഒരു വ്യത്യസ്ത സാഹചര്യത്തിൽ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇടത് സർക്കാർ രണ്ടാമത് ഒരു 5 വർഷം തുടർ ഭരണം നേടുന്നു. ആ തുടർ ഭരണത്തോടു കൂടി തങ്ങൾ വിമർശനങ്ങൾക്ക് അതീതരാണ് എന്നുള്ളൊരു ചിന്തയുണ്ടാകുന്നു. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ MV ഗോവിന്ദനാണെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിലും മന്ത്രിമാർക്കാണെങ്കിലും, അതും പോട്ടെ ഈ പറഞ്ഞ മന്ത്രിസ്ഥാനം ഒന്നുമില്ലാത്ത സാധാരണ പ്രവർത്തകർക്കാണെങ്കിൽ പോലും നേതാക്കൾക്കാണെങ്കിൽ പോലും അവർക്കെല്ലാം ഒരു ധാർഷ്ട്യത്തിന്റെ മുഖം ഉണ്ടായിക്കഴിഞ്ഞു. കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ട് ആരോട് സംസാരിച്ചാലും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ഒരു മൂല്യച്യുതി സംഭവിച്ചു എന്നവർ തന്നെ അവകാശപ്പെടുന്നുണ്ട്, എല്ലാവരും പറയുന്നുമുണ്ട്. ഒരു ഘട്ടത്തിൽ ഇനി ഒരു തുടർ ഭരണം കൂടി ഉണ്ടായാൽ CPM എന്ന പാർട്ടി നശിച്ചു പോകുമെന്ന് പറയുന്നവരുണ്ട്. CPI പോലും പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. ഇതെല്ലാം ഉണ്ടായത് ഈ പറഞ്ഞ തുടർ ഭരണത്തിൽ നിന്ന് തന്നെയാണ്, ഈ അധികാരത്തിന്റെ ധാർഷ്ട്യത്തിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ സ്വന്തമായി ഉണ്ടായ പിഴവുകളെല്ലാം പരിഹരിക്കാനോ അല്ലെങ്കിൽ എന്താണ് പിഴവ് എന്നുള്ള തിരിച്ചറിവുണ്ടാകാനോ കുറഞ്ഞ പക്ഷം തങ്ങൾക്ക് പരാജയം സംഭവിച്ചു എന്നുള്ള ഒരു കുറ്റസമ്മതം നടത്താനെങ്കിലും പാർട്ടി തയ്യാറാകേണ്ടതാണ്. ഈ തിരിച്ചറിവ് ഒരിക്കലും പാർട്ടിയിൽ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമുക്ക് മണിയാശാനെ അറിയാം, ഇടുക്കിയുടെ മണിമുത്ത് MM മണി. അദ്ദേഹത്തിൻ്റെ ചില പ്രയോഗങ്ങൾ, ഓരോ സമയത്തുമുള്ള അദ്ദേഹത്തിൻ്റെ പ്രയോഗങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പാർട്ടി തലയിൽ ചുവന്നു നടക്കുന്ന M സ്വരാജ് എന്ന് പറയുന്ന വ്യക്തി, ഈ ഒരു 2 വ്യക്തികളുടെയും സംഭാഷണങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ MM മണി എന്ന് പറയുന്ന മണിയാശാൻ്റെ ഒരു പ്രോമാക്സ് വേർഷനാണ് ഈ പറയുന്ന സ്വരാജ്. 2 പേരും പറയുന്നത് ഏകദേശം
തുല്യമായ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പുള്ളി കുറച്ച് നാടൻ ഭാഷയിൽ പറയുന്നു, ഇദ്ദേഹം കുറച്ച് നാടകീയമായി പറയുന്നു. ഇപ്പോഴും എം സ്വരാജ് മോശം പരാമർശങ്ങൾ നടത്തുന്നു എന്നൊരു അഭിപ്രായം എനിക്കില്ല. അദ്ദേഹം ഇപ്പോഴും പാർട്ടി എന്തുകൊണ്ട് തോറ്റു, അല്ലെങ്കിൽ പാർട്ടി തോറ്റു എന്നുള്ളത് അംഗീകരിക്കുവാനായിട്ട് അദ്ദേഹം ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ്. എന്നാൽ ഞങ്ങളുടെ പ്രസ്ഥാനം തോറ്റു, ഇനി ഒരു 5 വർഷത്തിന് ശേഷം ഞങ്ങൾ തിരിച്ചു വരുവാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹം ഇതുവരേക്ക് സംസാരിക്കുന്നില്ല. ഇപ്പോഴും അദ്ദേഹം പഴിയായിരുന്നത് മുഴുവൻ ഇവിടുത്തെ വോട്ടർമാരെയാണ്, പ്രബുദ്ധരായ ജനങ്ങളെ മാത്രമാണ്. വോട്ടെണ്ണി തീരുന്നതിന് മുൻപ് പൊതുജനത്തെ രാഷ്ട്രീയവാദികൾ എന്ന് പറഞ്ഞതിന് തുല്യമായിരുന്നു ഈ അദ്ദേഹത്തിന്റെ മണിയാച്ചാൻ പറയുന്നത് എന്താണ്? ഞങ്ങളുടെ കാശ് വാങ്ങി നക്കിയിട്ട് ഞങ്ങൾക്കിട്ട് തിരിച്ചു കുത്തി. ഈ പറയുന്ന സ്വരാജ് പറയുന്നത് എന്താണ്? ജനങ്ങൾ മണ്ടന്മാരായി ചിന്തിച്ചതുകൊണ്ട് ഇവിടെ UDF വന്നു, അല്ലെങ്കിൽ ജനങ്ങൾ ഞങ്ങളെ വോട്ട് ചെയ്തില്ല, തോറ്റുപോയത് ജനങ്ങളാണ്, അല്ലാതെ പാർട്ടി തോറ്റിട്ടില്ല, ജനങ്ങളാണ് തോറ്റത്. അത് ഞാൻ പറഞ്ഞതിന് കൃത്യമായിട്ട് മേയ്ക്ക് മനസ്സിലാക്കണം. ഈ 2 വ്യക്തികളും തങ്ങളുടെ പ്രസ്ഥാനത്തിന് വന്നിട്ടുള്ള പിഴവുകളോ അല്ലെങ്കിൽ തങ്ങളുടെ നേതാവിന് വന്നിട്ടുള്ള പിഴവുകളോ മനസ്സിലാക്കുവാനോ അതിലെന്താണ് നടപടിയെടുക്കേണ്ടതെന്ന് ചിന്തിക്കുവാനോ ഉള്ള ഒരു ബുദ്ധി ഉപയോഗിക്കുന്നില്ല. മൊത്തം കുറ്റങ്ങളും അവർ ഈ പറയുന്ന കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളുടെ തലയിലേക്ക് ഇട്ടുകൊടുത്തിട്ട് തങ്ങളുടെ കൈ വ്യക്തമായിട്ട് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു രീതി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇനിയൊരു തുടർഭരണം വരാതെ തന്നെ പൂർണ്ണമായും പാർട്ടി ഈ കേരളത്തിൽ നിന്ന് തുടച്ചു മാറ്റുന്ന അവസ്ഥ വരുമെന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്.